ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം ഇരിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളെ കഴിവുകളെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അത് വേറൊന്നല്ല കേട്ടോ, അത് മനസ്സിലാവാത്തതിന് നമ്മൾ തന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ പല സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മളേതായിട്ടുള്ള കഴിവുകൾ ആ സാഹചര്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ നമുക്ക് എന്താ പറയുക, നമ്മളേതായിട്ടുള്ള ഒരു മനഃശക്തി അല്ലെങ്കിൽ മനസ്സിൻ്റെ ധൈര്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമുക്കതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വന്നപ്പെടുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മളേതായിട്ടുള്ള മാക്സിമം എഫോർട്ട് എടുക്കുമ്പോഴാണ് നമ്മളെ പല കഴിവുകളും നമുക്ക് പുറത്തേക്ക് വരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവികളും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളും ഒരേ പോരാട്ടങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പോരാട്ടത്തിനിടയിൽ നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ് വരുന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷേ പരീക്ഷണങ്ങൾ നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ അതിശക്തമായിട്ട് നേരിടാറാണ് പതിവ്. അപ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും നമ്മറിയാതെ തന്നെ സ്വാഭാവികമായിട്ട് അതിന് നേരിട്ട് ആ സാഹചര്യത്തെ തോൽപ്പിച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതാണ് പറയണത്, എന്താ പറയുക, നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ള നമ്മളൊരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഇടയിലാണ് സ്വയമായിട്ട് മനസ്സിലാവുന്നത് നമ്മൾക്കും ഒരു കഴിവുണ്ടെന്നും നമ്മൾക്കും ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ നിശ്ചലമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിശ്ചലതയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളേതായിട്ടുള്ള ഒരു പ്രതികരണ ശക്തിയൊന്നും അവിടെ പുറത്തെടുക്കേണ്ട കാര്യങ്ങൾ നിലവിൽ വരുന്നില്ല. കാരണം ആ നിശ്ചലമായിട്ടുള്ള രീതിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിശ്ചലത്തിൻ്റെ അടുത്തേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നിശ്ചലത്തിൽ നിന്ന് ചാടിയിട്ട് ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് സ്വയമായിട്ട് നമ്മളെ കഴിവുകൾ ഉപയോഗിച്ച് ആ പ്രശ്നത്തിനെ നമ്മൾ നേരിടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്കാർക്കും ഒരു കഴിവില്ല എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമില്ല. കഴിവുകളെല്ലാം വരും, അത് സാഹചര്യത്തിനനുസരിച്ച് വരുള്ളൂ എന്നാണ് ഞാൻ നിങ്ങളോട് പറയണത്. അല്ലാതെ നമുക്കൊന്നും നമ്മളേതായിട്ട് ചില കഴിവുകളെക്കുറിച്ച് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അത് ചില സാഹചര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആർക്കും ഒരു കഴിവില്ലാത്ത മനുഷ്യരല്ല, അല്ലെങ്കിൽ ജീവികളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഒരിക്കലും ഞാനൊരു കുഞ്ഞാണ്, എനിക്കൊന്നും കഴിയില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഒറ്റ കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കഴിവില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും ചിന്തിച്ച് ആരും വിഷമിക്കൊന്നും വേണ്ട. എല്ലാവർക്കും ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ല തരട്ടെ. ഓക്കെ.